എൻ്റെ പേര് മിസ്സി. ഞാൻ ബസ്സിൽ തന്നെയാണ് താമസം. ഞാൻ ആദ്യം ഇത് രണ്ടാമത്തെ ജന്മത്തിലാണ് വരുന്നത്. എൻ്റെ ചുറ്റ അനുഗ്രഹങ്ങളെ സാക്ഷ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ജോലിക്കാരൻ തന്നെയാണ്. അപ്പം ഹസ്ബൻഡിന് പെട്ടെന്ന് ജോലി നഷ്ടമാവുകയും ഒരു 5 മാസത്തോളം ജോലിയില്ലാതിരിക്കുകയും ചെയ്തു. അപ്പം ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഒരു ഷെഫാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഷെഫല്ലേ, ഷെഫിന് പെട്ടെന്ന് ജോലി കിട്ടും, വിഷമിക്കാണ്ടിരിക്കുന്നൊക്കെ പറഞ്ഞു. അപ്പം പണ്ടും അങ്ങനെ ജോലി ഇല്ലാണ്ടിരുന്ന സമയത്തൊക്കെ പെട്ടെന്ന് തന്നെ കിട്ടി. അപ്പം അതോർത്തിങ്ങനെ സമാധാനിച്ചിരുന്നു. എല്ലാവരും പറയുന്ന പോലെ ഞാനും ഇപ്പം കിട്ടുമായിരിക്കും, നാളെ കിട്ടുമായിരിക്കും എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചു. പക്ഷെ 5 മാസമായിട്ടും ജോലി ഒന്നും ഇൻ്റർവ്യൂവിനൊന്നും വിളിക്കുന്നില്ല. അപ്പം ഞാൻ ഓഗസ്റ്റ് 15-ാം തീയതിയാണ് ഒരു മനസ്സിലൊരു ഡേറ്റ് ഇട്ടത്. ഞാൻ പറഞ്ഞു, അമ്മേ നിൻ്റെ പിറന്നാളാണല്ലോ, അപ്പം ഞാൻ നിനക്ക് 15-ാം തീയതി എന്ന് പറയുന്ന ഒരു ഡേ ഉണ്ടെങ്കിൽ അന്ന് എനിക്ക് എൻ്റെ ഹസ്ബൻഡിന് ഒരു ജോലി നൽകണമേ, ഒരാളുടെ സാലറി കൊണ്ട് ഒന്നും ആവില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പം 14-ആയി 15-ആയി. അപ്പം ഞാൻ പറഞ്ഞു, ഇത്രയും പ്രാർത്ഥിച്ചിട്ടൊന്നും ആവുന്നില്ലല്ലോ, എന്തിനാണ് ഇങ്ങനെ ചുമ്മാ പ്രാർത്ഥിക്കുന്നത്? അപ്പം അതുകൊണ്ട് നിനക്ക് 10 സെക്കൻഡ് മതിയല്ലോ ഇങ്ങനെ എനിക്കൊരു എൻ്റെ ഹസ്ബൻഡിനൊരു ജോലി തരാൻ ഞാനിങ്ങനെ വിചാരിച്ചു. അപ്പോൾ 15-ാം തീയതി ഉച്ചയ്ക്ക് 12 മണിയൊക്കെ ആയിട്ട് ഒന്നും ഒരു വീഡിയോ കിട്ടുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു, ചുമ്മാ ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയിരുന്നു ഒത്തിരി കരഞ്ഞു പറഞ്ഞു, മാതാവേ ഇനി ഞാൻ പ്രാർത്ഥനയിൽ അർത്ഥമില്ല, നീ ഇത്ര വലിയ വലിയ കാര്യങ്ങളൊക്കെ ചെയ്ത കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്യാൻ എനിക്ക് മനസ്സില്ല എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നപ്പം ഹസ്ബൻഡ് കാലിൽ നിന്ന് എഴുന്നേറ്റ് ഒന്ന് പറഞ്ഞു, എനിക്കിപ്പോൾ ഒരിടത്ത് പോകണം, എനിക്കൊരു 2:30-3 ആകുമ്പോൾ ഒരു ഇൻ്റർവ്യൂ കോൾ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, എൻ്റെ വിശ്വാസത്തെ ദൃഢപ്പെടുത്താൻ നീ ജോലി തരണ്ട, ഒരു ഇൻ്റർവ്യൂ എങ്കിലും വിളിച്ചാൽ മതി, ജോലി എപ്പോഴേലും കിട്ടട്ടെ, എൻ്റെ വിശ്വാസത്തെ നീ നഷ്ടപ്പെടുത്തരുത്, വിശ്വാസത്തെ ദൃഢപ്പെടുത്തണേന്ന് ഓർത്ത് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. അപ്പോഴാണ് ഹസ്ബൻഡ് ഇങ്ങനെ വന്ന് പറയണത്. 3 മണിക്ക് ആഴ്ചയ്ക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. ഇൻ്റർവ്യൂവിൽ പാസ്സായി. പക്ഷെ അത് ഫാഹയിൽ എന്ന് പറഞ്ഞ സ്ഥലത്തായതുകൊണ്ട് ദൂരം ഒത്തിരി ആയതുകൊണ്ട് പോകണം, എന്നാലും മാതാവ് തന്നല്ലേ പോകാമെന്നിങ്ങനെ വിചാരിച്ചു. പക്ഷെ അത് കഴിഞ്ഞ് അവർ വിളിക്കാമെന്നൊക്കെ പറഞ്ഞു, പിന്നെ വിളിച്ചൊന്നുമില്ല. അപ്പം ഞാൻ ഓർത്തു, ഏതായാലും സാരമില്ല, എൻ്റെ വിശ്വാസത്തെ നീ ദൃഢപ്പെടുത്തി, അതുകൊണ്ട് ഇനി എനിക്ക് ജോലിയൊന്നും തന്നില്ലെങ്കിലും വേണ്ടില്ല എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ എൻ്റെ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 1 തൊട്ട് 8 വരെയുള്ള ദിവസമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, മാതാവ് എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട് അതെല്ലാം സെപ്റ്റംബർ ആയിരുന്നു. ജനുവരിയിൽ ഞാനൊരു ആഗ്രഹം സാധിക്കണമെന്ന് പറഞ്ഞാൽ അത് സെപ്റ്റംബർ 8-ാമത്തേക്ക് എനിക്ക് സാധിച്ചിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഒരു 8-ാം തീയതി ആയിരുന്നു എൻ്റെ മനസ്സ്. എങ്കിലും എൻ്റെ പേരൻസൊക്കെ പറഞ്ഞു, എന്തായാലും ഹസ്ബൻഡിന് 1-ാം തീയതി ജോയിൻ ചെയ്യാൻ പറ്റും, നീ നോക്കിക്കോ, ഇത്രയും പ്രാർത്ഥിക്കുന്നില്ലേ എന്ന് പറഞ്ഞു. 1-ാം തീയതി എന്നെ വേറൊരു കമ്പനിയിൽ സൂപ്പർവൈസറായിട്ട് ജോലി കിട്ടി, പഴയ സാലറി തന്നെ കിട്ടി, സന്തോഷമായിട്ട് പോകുന്നു. അതാണ് എൻ്റെ 1-ാമത്തെ സാക്ഷ്യം. പിന്നെ ഞാൻ എൻ്റെ ജീവിതത്തിൽ വേറെ പറയാനാണെങ്കിൽ ഞാൻ പിന്നെ ഇവിടെ നിവർന്നു നിൽക്കുന്നത് തന്നെ മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹമാണ്. കാരണം ഞാൻ ഈ 2024 ജനുവരി 1-ാം തീയതി മുതൽ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഈ പ്രായത്തിനോടിടയ്ക്ക് അനുഭവിക്കാത്ത കഷ്ടതകളെല്ലാം അനുഭവിച്ചു. എന്ന് വെച്ചാൽ ഞാൻ നേഴ്സാണ് പർവാനി ഹോസ്പിറ്റലിൽ. അപ്പം ഞാൻ അവിടെ നിന്ന് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്നതിൻ്റെ ആ ഡേ ടൈമിൽ എനിക്ക് പെട്ടെന്ന് നടുവേദന ഉണ്ടാവുകയും അങ്ങനെ ഭയങ്കര സിവിയറായിട്ട് അത് കുനിഞ്ഞാൽ നിവരില്ല, ഞാൻ നിവർന്നാൽ പിന്നെ കുനിയാൻ പറ്റത്തില്ല, കിടക്കാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായി. അപ്പം ഞങ്ങൾക്ക് സാധാരണ എല്ലാവർക്കും വരുന്ന പോലെ നടുവേദന, ഇഷ്ടംപോലെ ടാബ്ലറ്റ്സ് ഒക്കെ വാടിയൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതൊക്കെ എടുത്തിങ്ങനെ കുറേ കഴിച്ചു. ഒരു 4 ടാബ്ലറ്റായി നൈറ്റിന് പോകണം. പറഞ്ഞു കഴിഞ്ഞാൽ നൈറ്റ് ക്യാൻസലൊന്നും ആവത്തില്ല. അപ്പം ഞാൻ പിന്നെ വിചാരിച്ചു ഒരു 6 ടാബ്ലറ്റ് ഞാൻ കഴിച്ചു, എന്നിട്ട് ഒരു മാറ്റവും ഇല്ല. അങ്ങനെ പറഞ്ഞു വെച്ച് ഞാൻ ഡ്യൂട്ടിക്ക് പോയി. അവിടെ ചെന്ന് ഞാൻ ഡ്യൂട്ടി സ്റ്റാർട്ടിങ് ടൈമിൽ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കൊണ്ട് ഒരു ഇഞ്ചക്ഷൻ അടുപ്പിച്ചു. അത് കഴിഞ്ഞ് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടും ഒന്നും ആവുന്നില്ല. പിന്നെ ഒരു ഇഞ്ചക്ഷൻ അടുപ്പിച്ചു, എന്നിട്ട് നിവർന്ന് നിൽക്കാൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ IV ഇഞ്ചക്ഷൻ എടുത്ത് ഒരു വേക്കൻ്റ് റൂമിൽ കിടത്തി എല്ലാവരും കൂടെ. അത് കഴിഞ്ഞ് ഒരു 6 മണി വെളുപ്പാങ്കാലായപ്പോഴത്തേക്ക് എല്ലാവരോടും പറഞ്ഞു, ഡോക്ടറെ പോയി കാണുക, എക്സ്റേ എടുക്കുക എന്നൊക്കെ പറഞ്ഞു. അവിടെ ചെന്ന് ഞാൻ എക്സ്റേ എടുപ്പിച്ചു. എക്സ്റേ എടുത്ത് നോക്കുമ്പോൾ ഡോക്ടർ പറഞ്ഞു, മെഡിക്കൽ ഫീൽഡിലുള്ളവർക്ക് അറിയാം, സ്കോളിയോസിസ് എന്ന് പറയുന്നത്, അതായത് ഇങ്ങനെ പറഞ്ഞ് പോലെ ഇരിക്കുമായിരുന്നു എൻ്റെ സ്പൈനൽ കോഡ് മൊത്തം ഒത്തിരി പ്രോബ്ലംസ്. അപ്പം അർജൻറ്റ് MRI ചെയ്യാൻ പറഞ്ഞു. MRI ചെയ്തു. പിന്നെ ഞാൻ വിചാരിച്ചു എൻ്റെ ഭാവി തീർന്നു, ഞാൻ നാട്ടിലോട്ടുള്ള സെക്രട്ടറി പോകാനുള്ള എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കും ചെയ്ത് ഞാൻ ഓർത്ത്, സാരമില്ല, എങ്ങനെയെങ്കിലും ഒരു നേഴ്സല്ലേ, എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ടാബ്ലറ്റൊക്കെ എടുത്ത് സർവൈവ് ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു ദിവസം ഹസ്ബൻഡ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പം ഹസ്ബൻഡിന് ഭയങ്കര ചെസ്റ്റ് പെയിന്,
BP നോക്കുമ്പം 50/40. അപ്പം ഞാൻ പെട്ടെന്ന് BP ഇങ്ങനെ കൈ പിടിച്ചപ്പം ഹാർട്ട് ബീറ്റിൻ്റെ വോളിയം ഭയങ്കര ഇതായിട്ട് നിൽക്കുന്നു, 180 ഹാർട്ട് റേറ്റ്. അപ്പം പുള്ളി ആകെ കുഴഞ്ഞു വീഴാൻ തോന്നുന്നു. പെട്ടെന്ന് ലേബറിലൊക്കെ വിളിച്ച് ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഡോക്ടറിനെ പെട്ടെന്ന് എത്തിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. ഹാർട്ട് അറ്റാക്കിൻ്റെ എല്ലാ ലക്ഷണവും ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അവിടെ പിന്നെ റീസിസ്റ്റേഷനിൽ അഡ്മിറ്റായി. പിന്നെ അവിടെ നിന്നൊരു 4-5 മണിക്കൂർ കഴിഞ്ഞാണ് ഞങ്ങൾ വീട്ടിൽ വരുന്നത്. അങ്ങനെ ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞ് പിന്നെ എൻ്റെ ഫ്രണ്ട് ത്രൂ 5 CT ആൻജിയോ ചെയ്തു, എക്കോ ചെയ്തു, എല്ലാം കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു 50% ഹാർട്ട് ബ്ലോക്ക് ആണ് എന്ന് പറഞ്ഞു. 5 ഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. ഇനി ഞങ്ങളുടെ വെക്കേഷൻ എടുത്തായിരുന്നു. വെക്കേഷൻ എടുത്ത് ഞങ്ങൾ എല്ലാത്തിനും ബുക്ക് ചെയ്തു. നാട്ടിലെല്ലാവരും നാട്ടിൽ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിൽ ഞാൻ എല്ലാവരും വിളിച്ചു പറഞ്ഞ് അവിടെ ബുക്ക് ചെയ്തു, എല്ലാം അറേഞ്ച് ചെയ്തു. ഞങ്ങളിങ്ങനെ നാട്ടിൽ പോകാനിരിക്കുമ്പോഴാണ് ഉടനെ തന്നെ രാവിലെ മോന് സ്കൂളിൽ പോകാൻ തുടങ്ങുമ്പോൾ മമ്മി ഇന്നേക്ക് പോകാൻ പറ്റുന്നില്ല, ഭയങ്കര ചെസ്റ്റ് പെയിൻ ആണെന്ന് പറയുക. അപ്പം ഞാൻ വിചാരിച്ചു പിള്ളേർക്കല്ലേ സ്കൂളിൽ പോകാനുള്ള ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ച് ഞാൻ അവനോട് പറഞ്ഞു എഴുന്നേക്ക്, സമയമില്ല എനിക്കും പോകാനായി എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു ഒട്ടും പറ്റുന്നില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ കോവിഡിൻ്റെ ടൈമിലൊരു പൾസ് ഓക്സിമീറ്റർ മേടിച്ചായിരുന്നു. അപ്പം അത് വെച്ച് ഞാൻ നോക്കിയപ്പോൾ അവന് ഒത്തിരി ഹാർട്ട് ബീറ്റ് ഭയങ്കര കൂടുതൽ. അപ്പം ഞാൻ പിന്നെ അന്ന് വിട്ടില്ല, അങ്ങനെ ചെയ്ത് പിന്നെ അവനെയും ഡോക്ടറെ കാണിച്ചു, സഭാ ഹോസ്പിറ്റലിൽ പോയി. പിന്നെ ഇപ്പോൾ അങ്ങനെ ആ കാർഡിയോ സിംറ്റംസിനുള്ള സകല ഹോൾട്ടർ മോണിറ്റർ എല്ലാം ചെയ്തു. അതിനകത്തും എല്ലാം പോസിറ്റീവ് കാണിക്കും. പിന്നെ ഞാൻ വിചാരിച്ചു ഏറ്റവും ഫൈനലായിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൃപാസന എൻ്റെ മുന്നിലുള്ളൂ. ഞാൻ പറഞ്ഞു മാതാവേ, നാട്ടിൽ വരുന്ന ആ പിറ്റേ ദിവസം തന്നെ ഞാൻ കൃപാസനയ്ക്ക് വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചേക്കാമെന്ന് പ്രാർത്ഥിച്ചു. അപ്പം ഞങ്ങൾ ഇവിടുന്ന് തന്നെ നാട്ടിൽ വീടിൻ്റെ അടുത്തുനിന്ന് പോകുന്ന ബസ് ബുക്ക് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഇന്ന് നാട്ടിൽ പോയെങ്കിൽ നാളെ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും കൃപാസനത്തിൽ പോയി ഒത്തിരി പേര് നിരുത്സാഹപ്പെടുത്തി യാത്ര ചെയ്ത് വരുന്നതല്ലേ, അവിടെ വരെ പോകേണ്ട, ഒരാഴ്ച കഴിഞ്ഞ് പോയാൽ മതി. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കണമെങ്കിൽ ഇനി എനിക്ക് ആ മാതാവ് മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്ത് തിരിച്ചു വന്നു. എൻ്റെ ആ വെക്കേഷൻ അത് കഴിഞ്ഞ് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഹോസ്പിറ്റലിൽ ഞങ്ങൾക്ക് 3 പേർക്ക് അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. ഹസ്ബൻഡിന് 5 ഗ്രാം ചെയ്തു. ഡോക്ടർ പറഞ്ഞു ആരാ നിങ്ങളോട് ഈ ചെയ്യാൻ പറഞ്ഞത്, ഹസ്ബൻഡിന് ഹാർട്ട് ബ്ലോക്ക് ഒന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇതാണ് റിപ്പോർട്ട്, ഇതാണ് ഫിലിം, ഇതൊക്കെ കാണിച്ചു കൊടുത്തിട്ടും ഡോക്ടർ പറഞ്ഞു ഇതിനകത്തൊന്നും ഒരു കുഴപ്പവും കാണുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ഒന്നാമത്തെ ആഗ്രഹം, അതായത് ഹസ്ബൻഡിന് അസുഖമൊന്നും ഉണ്ടാവില്ല എന്നായിരുന്നു, അത് സാധിച്ചു കിട്ടി. രണ്ടാമത് ഹസ്ബൻഡിനെ കാണിച്ചിട്ട് മോനെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല, ചെറിയ പിള്ളേർക്ക് ഇങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പോഴും ഹാർട്ട് റേറ്റ് 160 ഒക്കെ ചില സമയത്ത് കാണിക്കുമെങ്കിലും അവൻ ചെസ്റ്റ് പെയിൻ ഒന്നും പറയുന്നില്ല, ഹാപ്പി ആയിട്ടിരിക്കുന്നു. പിന്നെ ഞാനിപ്പോൾ വാടിക്കട നല്ല സ്പീഡിൽ മറ്റുള്ള, അതായത് 10, 20, 25 വയസ്സുള്ള ചെറുപ്പക്കാർ നടത്തുന്ന പോലെ ഞാൻ ഓടാനും എനിക്ക് എന്ത് പണി ചെയ്യാനും പെട്ടെന്ന് നൂരാനും എഴുന്നേക്കാനും എല്ലാം പറ്റുന്നുണ്ട്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങളുണ്ടായി.